നേരിൽ കണ്ട സാക്ഷികൾ ആരുമില്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. എന്നാലും അകത്ത് കയറിയ സ്ഥിതിക്ക് ചില മാമൂലുകൾ ഉണ്ടല്ലോ മാത്തുക്കുട്ടി. എന്നതാ വേണ്ടെന്ന് സാറ് തന്നെ അങ്ങ് പറഞ്ഞാട്ടെ. അത് എസ് സാർ തന്നെ പറയണം. നിങ്ങൾ കോട്ടേഴ്സിൽ ചെന്നൊന്ന് കാണ്. പുള്ളിക്കാരന്റെ വിധമൊക്കെ അറിയാലോ അനന്താ. ഓ, എന്നാ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം. അങ്ങനെ ആട്ടെ. കൊച്ചുണ്ണി, എന്തോ അളിയൻ ധൈര്യമായിട്ട് ഇളിയ. മധുകുട്ടിയെ കാശുണ്ടല്ലോ അല്ലേ? കൈക്കൂലി കൊടുക്കേണ്ടി വരുമോ? പിന്നെ ചുമ്മാ നടക്കുവോ? സ്വന്തം തന്ത പപ്പനാവളുടെ മുമ്പിൽ പോലും കൈ നീട്ടി വാങ്ങിക്കുന്ന ആളാ. ആ സമയത്ത് സാർ ഇറങ്ങി പുറത്ത് നിന്നാ മതി, ഞങ്ങൾ ഡീൽ ചെയ്തോളാം. എന്നേലും ആകട്ടെ, നടക്ക. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്നാ മാത്തുക്കുട്ടി, എന്നൊക്കെ ഉണ്ട്? ആ, ആനന്ദ എന്നാ ഉണ്ടടാ? നമസ്കാരം സാർ. ഇരിക്കെ. നമസ്തേ. തോമസാർ ഇരുന്നാട്ടെ. ആ, ഇരിക്കും മാത്തുക്കുട്ടി. ഞങ്ങൾ സ്റ്റേഷനിൽ പോയായിരുന്നേ. ഓ, തോമസാറേ, ആ, പുലിവാല് പിടിച്ച കേസാ. ഒന്നാമത് സറണ്ടർ ചെയ്യേണ്ട ഡേറ്റും കഴിഞ്ഞ് തോക്ക് കൈവച്ചത്. പിന്നെ തമാശ കാണിച്ചതെന്ന് പറഞ്ഞാലും FIR എഴുതുമ്പോഴത്തേക്കും സംഗതി അറ്റംപ്റ്റ് ടു മർഡർ ആന്നേ. ഈ വെടികൊണ്ടയാൾക്ക് കുഴപ്പമൊന്നുമില്ല. തോളത്തൊരു ചെറിയ പോറൽ, അത്രേ ഉള്ളൂ. അയാൾക്ക് അന്നേ പരാതിയുമില്ല. അതെ. ഇതിപ്പോ SI അദ്ദേഹം ആ കൊച്ചുണ്ണി ഒന്ന് വിളിച്ച് ഗുണദോഷിച്ച് വിട്ടച്ചാ മതി. അവൻ മണ്ടനാ, അല്ലെങ്കിൽ ഇതുപോലത്തെ പണി കാണിച്ചു വെക്കുവോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ തട്ടിയാലും നമ്മളിങ്ങനെയൊക്കെ പറയൂ. പക്ഷേ നിയമവും വകുപ്പൊക്കെ ഉണ്ടല്ലോ സാറേ. തോമസ് സാറും റോസിയും കൂടെ ഒന്ന് വെളിയിലോട്ട് ഇരുന്നാട്ടെ. വേറൊരു കാര്യമൊന്ന് പറയാനാ സാറിനോടെ. ആ, വാ വച്ചേ. മധുക്കുട്ടി കൂടെ. നിങ്ങൾ തോമസ് സാറിന്റെ മുമ്പ് വെച്ച് പുറത്തിറക്കുമെന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ ഒരു ബുദ്ധിമോശം ഞങ്ങൾ കാണിക്കൂ. എത്രയുണ്ട്? 25. ആ, എന്റെ മാത്തക്കുട്ടി ചുമ്മാ ഒരു ലോക്കൽ തല്ലുകേസിന് കിട്ടും. അതിൽ കൂടുതൽ ഇത് കൂടി അയറ്റവാ. കയ്യിലില്ലാഞ്ഞിട്ടല്ലയോ. പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ കൊണ്ടുവന്ന് തരാം. ഓ, അതൊക്കെ കാര്യം നടന്നു കഴിയുമ്പോൾ മറന്നു പോകല്ലേ മാത്തുക്കുട്ടി. ഇപ്പം തൽക്കാലം കയ്യിലില്ലാഞ്ഞിട്ടാ. ആ, ഇതൊരു മാതിരി ചന്ത ഇടപാടാണല്ലോ. ഇതിൽ നിൽക്കിയല്ലേ? ഇതവൻ തൂങ്ങിയ തന്നെ. ചുമ്മാ 25 ഉലുവായ കൊണ്ട് ഒലത്താൻ വന്നിരിക്കുന്നു. കാശില്ലാന്ന് കള്ളം പറഞ്ഞതല്ല സാറേ, ഇല്ലാത്തോണ്ടാ. ഇന്ന് അവനോടെ കിടക്കട്ടെ, നാളെ ഇറക്കിക്കോ. പോവാ. എടാ പോത്തൻ കോടാ, ഇനി മേലെ നീ ആ തോക്ക് കൈകൊണ്ട് തൊട്ടുപോയേക്കരുത്. ചേട്ടാ, ഇവനെന്നാത്തിനാ മാത്തുക്കുട്ടിയോട് വിദ്വേഷം കൊണ്ട് നടക്കുന്നേ? ആ, അതാ കളയാൻ മേലെയോ? ചുമ്മാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞത് തന്നെ. പിന്നെ ഇവക്കില്ലാത്ത കെറു ഇവൻ എന്നാത്തിനാ? കൈ കിടന്ന സ്വർണ്ണച്ചെങ്ങലയും കൂടെ അയച്ചു കൊടുത്തിട്ടാ മാത്തുക്കുട്ടി ചാൻ ഇറക്കിക്കൊണ്ട് വന്നേ. അറിയാവോ? അവൻ പാവമാ, അല്ലെങ്കിൽ അനുഭവിച്ചോട്ടെന്ന് പറഞ്ഞു മാറി നിൽക്കത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ളവരെ പാവന്നല്ല, മണ്ടെന്നാ മലയാളികൾ വിളിക്കുന്നേ. എന്തോ ഒരു കാരണവും പറഞ്ഞ് എല്ലാരെയും ഒന്ന് കാണാനും തടി കുറച്ചു നാളിയെ മണ്ണിൽ കൂടെ നടക്കാനും വന്നവനെ ഇനിയും നീയായിട്ട് ഉപദ്രവിക്കില്ലേ കൊച്ചുണ്ണി? എന്നാൽ ആ തോക്കെടുത്ത് ഇവന്റെ മണ്ടകിട്ടടിക്കും ഞാൻ. ആ നശിച്ച മാരണ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാ മതിയായിരുന്നു. അങ്ങനെ കളയാനും നോക്കത്തില്ല, ലൈസൻസ് ഉള്ള തോക്കല്ലയോ. അച്ഛോ, അച്ഛൻ ആ തോക്കം കൊണ്ടുപോയട്ടെ. കുർബാന നടക്കുമ്പോ അൽത്താരയുടെ സൈഡിൽ ചാരി വെച്ച കുഞ്ഞാടുകൾക്കൊരു പേടി കാണും. അത് നീ എന്നെ ഊതിയതാണെന്ന് മനസ്സിലായിടിയ പഴുതാരേ. എന്നാലതൊരു നല്ല ബുദ്ധിയാ, ഞാനതങ്ങ് എടുക്കാം. ഇനി അത് പള്ളിമേടയിൽ ഇരിക്കട്ടെ. അപ്പൊ എന്റെ പട്ടിയെ ഞാൻ എങ്ങനെ കുളിപ്പിക്കും? പട്ടിയോ? നീ മിണ്ടരുത്. അവനും അവന്റെ ഒരു പട്ടി തോക്കിന്റെ മൊനെ നിന്നെ കുളിക്കുള്ളൂ എന്ന് വെച്ചാ നിന്റെ പട്ടി ഏതാടാ? ലാബ്രഡോർ. എന്താ വേണോ? എന്താ? അല്ല, തോക്കച്ഛൻ കൊണ്ടുപോകാൻ പിന്നെ അതിനെ ഇവിടെ നിർത്തുന്നത് എന്തിനാ? അതിനെ സാറങ്ങ് കൊണ്ടുപോയിക്കോ. ഒരു സാറും പുരോഹിതനും. എന്നാടോ നക്കാപ്പിച്ച മേടിച്ചേച്ച് താനാ കൊച്ചുണ്ണിയെ വിട്ടയച്ചല്ലേ? എന്റെ പൊന്നു വിദ്യാധര, നമ്മുടെ കൊച്ചുണ്ണിക്ക് ഒരു കൈപ്പഴ പറ്റിയതാ. പിന്നെ നമ്മുടെ തോമസ് സാറൊക്കെ വന്ന് പറഞ്ഞ അങ്ങ് വിട്ടേക്കാന്ന് കരുതി. അല്ലാതെ ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. താനാ ജർമ്മൻകാരൻ്റെ പിടുങ്ങിയ ബ്രേസ്ലെറ്റ് വിറ്റ സ്ഥലവും കിട്ടിയ കാശും എനിക്കറിയാം. ഈ വിദ്യാധരൻ കൈവച്ച കേസാണേലേ ഇതെവിടം വരെ വളർത്തണമെന്ന് എനിക്കറിയാം. എടാ ഉപ ചതിക്കല്ലേ, നിനക്ക് എന്നാന്ന് വെച്ചാൽ തന്നേക്കാം. വേണ്ടടാ, അത് നീ തന്നെ വെച്ചോ. ഇനി ഇതിൽ ഇറങ്ങേണ്ടത് DYSP വർഗീസ. ഞാൻ കണ്ടോളാം.
കേട്ടോ. ആരാ മാൻ നിങ്ങളാണോ കൊച്ചുണ്ണി? ആരാന്ന്? ആ ഞങ്ങ ഫ്രം മട്ടാഞ്ചേരി ബായുടെ വന്നാണ്. ഒരു കില്ലിംഗ് കേസ് 3000 ഒതുക്കണ മുട്ടൻ കൈമാള ബായ്. ഇത് അങ്ങനെ ഒരു കൊലപാതകമൊന്നും അല്ലടാ, ആണാ? പെശക്ക് പറ്റിയതാ. ഓ പുള്ളിക്ക് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ. ആ പറ്റി നീ കാണായിരുന്നു. താനെ എപ്പോഴാ അന്തർലായനെ. അപ്പൊ ഹെവി ആയിട്ടൊരു എമൗണ്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടേ ഇത് എങ്ങനെയും സെറ്റിൽ ചെയ്ത് വിടുന്നേ. ഇടാവുക ഞാൻ പുള്ളിക്കാരന്റെ നേർക്ക് വെച്ചതല്ലല്ലോ, പിന്നെ ഇടയ്ക്ക് വന്ന് ചാടിയതല്ലയോ. ഇതെന്താ ഇന്ത്യ ചൈന ബോർഡർ ഇടയിൽ കയറി വന്ന് വെടിയോളെ? ദേ കൊച്ചിക്കാരി തനി സ്വഭാവം പുറത്തെടുപ്പിക്കില്ലേട്ടോ, ക്ഷമിച്ച് നിക്കണേട്ടോ. ആ എന്താ കൊണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് കോറിയതല്ലേ ഉള്ളു, പിന്നെ വെച്ചുകെട്ടുമൊക്കെ കഴിഞ്ഞ് പോയതല്ലയോ. ഹലോ ജെന്റിൽമാൻ, താൻ നിന്ന് തിരിഞ്ഞു കളിക്കാതെ ആ ബ്യൂറോന്ന് കുറച്ച് പൈസ എടുത്ത് ബായുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കൂ. ഓൾഡ് മാൻ എന്തെങ്കിലും ചെയ്യോടെ വെറുതെ കയ്യിൽ നിന്ന് മേടിക്കല്ലേ. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? മാതുക്കുട്ടിയെ ഇയാളൊന്നും ചെയ്യണ്ട. പിള്ളേര് പിരിവിനിറങ്ങിയതാ. കൈമലത്തിൽ കാണിച്ചോണ്ടേച്ചാ മതി, അവരങ്ങ് പോയിക്കോളും. ഇതേതാണ് ഈ സാധനം? കരിപ്പിടാവാണല്ല. ഈ സാധനം ഈ ഏരിയയുടെ മുഖ്യമന്ത്രിയാ. കൊച്ചിയിലെ ഗുണ്ടായസൊക്കെ അവിടെ വച്ചേര്. ഇത് ഡിസ്ട്രിക്ട് വേറെയാ. വന്ന സ്പീഡിൽ വണ്ടി തിരി. ആ ജ്യേഷ്ഠന്മാരെ ഇത് സീൻ വലുതാവൂട്ടാ.